പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുക. ഇന്ന് ജൂലൈ 11 തീയതിയാണ്. ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ പെരുന്നാളാണ്. സഭയിലെ പിശാച് ബഹിഷ്കരണത്തിന്റെ പിതാവെന്ന് പോലും അറിയപ്പെടുന്നതാണ് വിശുദ്ധ ബെനഡിക്റ്റ്. വിശുദ്ധ ബെനഡിക്റ്റ് ഒരുപാട് പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച്, പ്രലോഭനങ്ങളെ ബഹിഷ്കരിച്ച്, ആത്മഹത്യയുടെ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന, സഭയിലെ ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് വിശുദ്ധ ബെനഡിക്റ്റിന്റെ. അതിന് കാരണം മഹാനായ ഗ്രിഗറി പാപ്പ ദ ഡയലോഗ് എന്ന പുസ്തകത്തില് 4 പുസ്തകങ്ങൾ അത്തരത്തിൽ എഴുതിയത്. ഒരു പുസ്തകം ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ബെനഡിക്റ്റിന്റെ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷകളെ കുറിച്ച് വിവരിക്കുന്നതാണ്. ഞാൻ ഈ ദിവസം ഈ ആത്മഹത്യയുടെ ദുരാത്മാവിനെ ബന്ധിക്കാനുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. ഇതിന് കാരണം കഴിഞ്ഞ ഞായറാഴ്ച അച്ഛനും ഇങ്ങനെ താമസിച്ചുള്ള ധ്യാനം നടത്തി ഏകദേശം ഒരു 9 മണിയായപ്പോഴ് എനിക്ക് പെട്ടെന്ന് ഒരു യുവാവിനെ വിളിക്കാൻ തോന്നുകയാണ്. ഞാൻ ആ യുവാവിനെ പെട്ടെന്ന് ഫോൺ ചെയ്തു, ഒരു കാരണവുമില്ലാതെ. അപ്പോഴപ്പുറത്ത് നിന്ന് അവനിങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അച്ഛൻ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നാളെ രാവിലെ ഉണ്ടാവില്ലായിരുന്നു. അവൻ ഫാനില് കയറ് കെട്ടി ആത്മഹത്യക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്ന അവസാന നിമിഷത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രേരണ നൽകിയത്. പ്രിയപ്പെട്ട മക്കളെ, റോമില് ലിയോ 14 പാപ്പയുടെ ആശീർവാദത്തിന് ശേഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഉന്മേഷമാണ്, ഒരു തീഷ്ണത. ഈശോയെ, എനിക്ക് തോന്നുന്നത് ആ ഒരു ബ്ലെസ്സിങ് സ്വീകരിച്ചത് കൊണ്ടും പാപ്പയോട് ഞാൻ പറഞ്ഞു ചോദിച്ചു വാങ്ങിച്ചതാണ്. ഞാനിങ്ങനെ ഈ എക്സോർസിസം ചെയ്യുന്ന ഒരു വൈദികനാണ്, പാപ്പ എന്നെ ആശീർവദിക്കണം ചോദിച്ചു വാങ്ങിച്ചതാ. അതുകൊണ്ടാണ് എനിക്ക് അവന് ഡെലിവറൻസ് കൊടുക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അവൻ പിറ്റേ ദിവസം ഇല്ല, അവൻ മരണപ്പെടും. അവന്റെ കൂട്ടുകാർക്കൊക്കെ അതിന്റെ ഫോട്ടോയൊക്കെ അയച്ച് അന്ന് രാത്രി തന്നെ അവനെ ഞാൻ വിളിച്ചു വരുത്തി അവന്റെ അങ്കിളുമാരോട് ചേർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിന്നെ ബാധിച്ച ദുരാത്മാവ്, ആത്മഹത്യയുടെ ദുരാത്മാവ്, നിരാശയുടെ ദുരാത്മാവ്, ആത്മഹത്യ ചിന്തകളുടെ ദുരാത്മാവ്, മാനസിക രോഗത്തിന്റെ ദുരാത്മാവ്, വിഷാദ രോഗത്തിന്റെ ദുരാത്മാവ് നിന്നിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇന്ന് നമ്മുടെ ചുറ്റുപാടും മദ്യം കഴിച്ച് ഭ്രാന്തായി വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കണ ഒരുപാട്. ഒരു അമ്മേനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, എന്റെ മകൻ ഇങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട് അവനിങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അച്ഛ ചെയ്യേണ്ടത്? കുടിച്ച് വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ മേൽ, അത്തരത്തിലുള്ളവരുടെ മേൽ സാത്താൻ കയറി വരിക. ഞാൻ ധ്യാനത്തിന് ആ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മോൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാനൊരു അക്രൈസ്തവനായിരുന്നു അച്ഛാ. ഞാനിങ്ങനെ ഒരു കേസിൽ പെട്ട് നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും അന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അവസാനത്തെ അത്താഴമാക്കി മാറ്റാൻ. എന്നിട്ട് അന്ന് രാത്രി മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കരിസ്മാറ്റിക്കുകാരത്തി, ആ സന്ധ്യ നേരത്തെ ഒരു പരിചയമില്ലാത്ത ഒരു കരിസ്മാറ്റിക്കുകാരത്തിയായ ഒരമ്മ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ ആരോ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ട് കിടക്കുക, അവര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുക. ഇതപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ആ കുഞ്ഞത് കേട്ട് അവൻ ഓടി വന്ന്, അന്ന് ആദ്യമായിട്ട് അവൻ ഈശോയെ തിരിച്ചറിഞ്ഞ ദിവസമാണ്.
അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ആ വീട്ടില് ഏക ക്രിസ്ത്യാനി ഞാൻ, എനിക്ക് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, എനിക്ക് വിമോചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇപ്പോഴെനിക്ക് രാവിലെ കുർബാന കണ്ടില്ല എങ്കിൽ എന്നെ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് കുർബാനയിലേക്ക് കൊണ്ടുനടക്കുക. അതാണ് പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥത്തിലുള്ള മോചനം. ഇന്ന് ആത്മഹത്യയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, വിഷാദ രോഗത്തിന്റെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, അപസ്മാര രോഗത്തിന്റെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, അലർജി രോഗത്തിന്റെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, തലവേദനയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, കടബാധ്യതകൾ മൂലം ആത്മഹത്യയുടെ പക്കത്ത് നിൽക്കുന്ന അവരെ ബാധിക്കുന്ന ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, തടസ്സങ്ങൾ മൂലം, കല്യാണ തടസ്സങ്ങൾ മൂലം, ഒറ്റപ്പെട്ടത് മൂലം, കുടുംബത്തിലെ കലഹങ്ങൾ നിമിത്തം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, കുടുംബ തകർച്ചകൾ നിമിത്തം ഭർത്താവ് വഞ്ചിക്കുന്നത് കൊണ്ട് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കൾ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ, പഠന തടസ്സങ്ങൾ മൂലം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ആ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. അപ്പൊ ഇത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ആ ദുരാത്മാക്കളുണ്ട്. പത്രോസ് പറയുന്ന പോലെ അലറുന്ന സിംഹത്തെ പോലെയാണ്. അതിമദ്യപാനിയുടെ വീട്ടിലേക്ക്, ലഹരിക്ക് അടിമയായിരിക്കുന്നവരുടെ വീട്ടിലേക്ക്, വ്യഭിചാരത്തിന്റെ ദുർബോധമുള്ളിടത്തേക്ക്, തെറ്റായ ബന്ധങ്ങളുള്ളിടത്തേക്ക്, പഠന തടസ്സങ്ങളുള്ളിടത്തേക്ക്, മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവരിലേക്ക്, ഓൺലൈൻ ഗെയിമിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്നവരിലേക്ക്, ഷെയർ മാർക്കറ്റിലേക്ക് ചേർന്ന് പണമൊക്കെ നഷ്ടപ്പെട്ട് തെറ്റായ വ്യക്തികളോട് ചേർന്നുള്ള ബിസിനസ്സൊക്കെ നടത്തി കടബാധ്യതകളൊക്കെ വന്നിരിക്കുന്ന മക്കള്, ഇതുമൂലം മറ്റ് കുടുംബാംഗങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട്, ഈ ആത്മഹത്യയുടെ ദുരാത്മാവ് നിമിത്തം പല കുടുംബങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ, വസ്തുവകളൊക്കെ ഇങ്ങനെ കൂട്ടപ്പെട്ട് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ. ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. വിശുദ്ധ ബെനഡിക്റ്റിന്റെ പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ ആത്മാവ് ഡെലിവറൻസ് കൊടുക്കട്ടെ. ആത്മഹത്യയുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, മാനസിക രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, വിഷാദ രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, സംശയ രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, ആ കച്ചവട തടസ്സങ്ങൾ നടത്തുന്ന ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ നിരന്തരം കൊണ്ടുവന്ന് കുടുംബത്തെയും മക്കളെയും കുടുംബ ജീവിതത്തെ തകർക്കുന്ന ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യാം. ഈ ലിയോ 14 പാപ്പയുടെ ആശീർവാദം സ്വീകരിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന വചനമാണ്. അത് രോഗശാന്തി ശുശ്രൂഷയായാലും, വചന പ്രഘോഷണ ശുശ്രൂഷയായാലും, പിശാച് ബഹിഷ്കരണ ശുശ്രൂഷയായാലും, അനുരഞ്ജന ശുശ്രൂഷയായാലും സന്മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും മക്കളെ. അപ്പൊ തുറന്ന മനസ്സോടെ നമുക്ക് ഈ ശുശ്രൂഷയെ പങ്കുചേരാം. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി വരട്ടെ, അത്യുന്നതിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. സ്തുതിച്ചോ 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 സ്തുതിച്ചോ, പോരെ പോരെ പോരെ, സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Nel nome di Gesù, Gesù di Nazareth, morto e risorto e vivente, per l'intercessione della Vergine Maria, di San Michele Arcangelo, dei Santi Apostoli Pietro e Paolo, dei Santi San Benedetto, chiedo di essere liberato da qualunque spirito del male. എല്ലാ ദുരാത്മാക്കളെ ബന്ധിക്കുകയാണ്. da ogni influenza del maligno, എല്ലാ പൈശാചികമായ എല്ലാ ആവാസങ്ങളെയും പിശാചിന്റെ ഇങ്ങനെ ആത്മഹത്യ പ്രേരണകളെയും ദുരാത്മാക്കളെയും ബന്ധിക്കുകയാണ്. da ogni influenza del maligno e dal principio del male
che già stato giudicato e condannato dal mio Salvatore. Per la potenza del nome di Gesù, ഈശോയുടെ ശക്തമായ നാമത്തിന്റെ ശക്തിയാൽ, per la potenza del nome di Gesù, per la forza del suo preziosissimo sangue, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, credo che sia distrutta ogni conseguenza di qualunque contatto con occultismo, con maghi, con sette, എല്ലാ കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, എല്ലാം ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള്, അവയെല്ലാം തകർക്കപ്പെടട്ടെ ഈ നിമിഷം. ഓഞ്ഞി സ്പിരിറ്റോ മലിഫിക്കോ, ശാപങ്ങളും നിങ്ങളിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സകലവിധ ദുഷ്ടാരൂപികളെയും ogni spirito malefico che volesse impedire a Gesù di liberare sia incatenato a piedi della croce. പൈശാചിക ശക്തികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിച്ച് ആ ആണി കൊണ്ട് അടിച്ച് തകർക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാ. Piedi della croce del mio Salvatore e Signore per tutta l'eternità, che ogni legame occulto tra noi, എല്ലാ വിധത്തിലുള്ള കെട്ടുകള്, എല്ലാ വിധത്തിലുള്ള അന്ധകാര ശക്തികള്, എല്ലാ വിധത്തിലുള്ള കൂടോത്രങ്ങള്, ആഭിചാരങ്ങള് ഈ നിമിഷം ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. sia distrutto in questo momento. Invito lo Spirito Santo Consolatore a dimorare per sempre. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, എല്ലാവരുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് nei nostri cuori, perché possa portare tu frutti di pace, di gioia e di amore. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബാധകള്, തിന്മകള്, രോഗങ്ങള്, തടസ്സങ്ങള്, ആത്മഹത്യ ചിന്തകള്, എല്ലാ വിഷാദ രോഗങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, തിന്മയുടെ ആധിപത്യങ്ങള്, നെഗറ്റീവ് എനർജികളെല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് മക്കളെ. ഇതെല്ലാവർക്കും അയച്ചു കൊടുത്ത് ലോകം മുഴുവൻ ഇതങ്ങോട്ട് പടരട്ടെ. ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയാണ്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഡെലിവറൻസിന്റെ ശുശ്രൂഷ, പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ. ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മക്കളെ, പറ്റുന്ന എല്ലാവരും വരണം. യേശുവേ, അത്ഭുതം പ്രവർത്തിക്കണം ആ ധ്യാന കേന്ദ്രത്തിൽ. ഞങ്ങൾ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് മുമ്പുള്ള ഒരു ശുശ്രൂഷയായിട്ട് അതവിടെ മാറ്റണം. അതുപോലെ തന്നെ നിങ്ങൾ ചങ്ങനാശ്ശേരി നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 6 മുതൽ 10 വരെ നടക്കാൻ പോകുന്ന അവിടുത്തെ കൺവെൻഷൻ, മരിയൻ കൺവെൻഷൻ, ആ കത്തീഡ്രൽ പള്ളിയിൽ, മെട്രോപൊളിറ്റൻ മരിയൻ കത്തീഡ്രൽ ഭദ്രാസന ദേവാലയത്തിൽ, കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ആ അത്ഭുത പള്ളിയിലേക്കും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴേ നിങ്ങൾ ആ 5 ദിവസങ്ങൾ മാറ്റിവെക്കണം. സായാഹ്നങ്ങളിൽ പ്രത്യേകിച്ച് ആ ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ, ചെങ്ങന്നൂര്, കാഞ്ഞിരപ്പള്ളി, പാല, മുണ്ടക്കൈ ആ ഭാഗത്തുള്ള വാഹനങ്ങളുള്ള എല്ലാവരും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ ആ മരിയൻ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കണമെന്ന് അച്ഛൻ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിയാൽ, പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളെയും കാത്തു പരിപാലിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.